അമ്പിളിയമ്മാവ താമര കുമ്പിളിലെന്തുണ്ട് എന്ന നാടകഗാനം എഴുതിയതാരെ? ONV കുറുപ്പ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് കോപ്പർനിക്കസ്. സാധാരണ കാണുന്നതിൽ നിന്നും കൂടുതൽ വലിപ്പത്തിലും തിളക്കത്തിലും ചന്ദ്രൻ കാണുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്ത്? സൂപ്പർ മൂൺ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം? ടൈറ്റാനിയം. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ നിലയത്തിൽ വളർത്തുന്ന സസ്യം? ക്ലോറല്ല. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേര്? ഗഗൻയാൻ. ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രൻ്റെ പേര്? ബ്ലൂ മൂൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പേർഡ് ആണ്. എന്നാൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനിൽ ആദ്യമായി ദേശീയ പതാക നാട്ടിയ രാജ്യം ഏതാണ്? അമേരിക്ക. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ നാമം എന്ത്? വിക്രം. ചന്ദ്രൻ്റെ പൂർണ്ണ ഭാഗം ഒരേ സമയം കാണാൻ കഴിയാത്ത പ്രതിഭാസം? ടൈഡൽ ലോക്കിംഗ്. ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ഏത് ദൗത്യത്തിലൂടെയാണ്? ചന്ദ്രയാൻ 1. മൂൺ മിഷനുകൾ നടത്തുന്ന ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ പേര്? ഇസ്രോ. ഇന്ത്യൻ ബഹിരാകാശ തുറമുഖം ശ്രീഹരിക്കോട്ടയാണ്. അവിടെ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? രോഹിണി. ഭൂമിയിൽ സൂര്യനുദിക്കുന്ന സ്ഥലം കിഴക്കാണല്ലോ. എന്നാൽ സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹം ഏത്? ശുക്രൻ. ആദ്യത്തെ ബഹിരാകാശ വനിതാ വിനോദസഞ്ചാരി ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുത്ത ആദ്യത്തെ മലയാളി ആര്? സന്തോഷ് ജോർജ് കുളങ്ങര. ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ്? വീര മുത്തുവേൽ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനം നിയന്ത്രിച്ച വ്യക്തി ആര്? മൈക്കിൾ കോളിൻസ്. ദ ഫസ്റ്റ് മാൻ ഇൻ ദ മൂൺ എന്ന കൃതിയുടെ കർത്താവാര്? HG വെയിൽസ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്നും ഭൂമിയെ നോക്കി പറഞ്ഞതെന്താണ്? ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ചന്ദ്രനിൽ കാണുന്ന കറുത്ത പാടുകളുടെ പേര്? മരിയ. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ശ്രീഹരിക്കോട്ട. മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ബഹിരാകാശ വാഹനം ഏത്? വോയേജർ. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് 9 മാസം നീണ്ടുനിന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ വാസത്തിന് ശേഷം ഭൂമിയിലേക്ക് തിരികെ എത്തിയ ദിവസം ഏത്? 2025 മാർച്ച് 19. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യം ആയ മംഗൾയാൻ വിക്ഷേപണം നടത്തിയത് 2013 നവംബർ 5 ആണ്. ഇതിനുപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? PSLV 25. ഇന്ത്യയെ കൂടാതെ ചൊവ്വ പരിവേഷണം നടത്തിയ മറ്റു രാജ്യങ്ങളാണ് റഷ്യ, അമേരിക്ക, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവ. എന്നാൽ ആദ്യ പരിശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യത്തിൽ വിജയിച്ച രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ ബഹിരാകാശ യാത്രികനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യൻ പൗരനുമായ വ്യക്തി ആര്? ശുഭാംശു ശുക്ല. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവാണ് വിക്രം സാരാഭായ്. എന്നാൽ ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവാര്? കോൺസ്റ്റന്റീന ചോൾക്കോവ്സ്കി. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്തു. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറുമായി പുറപ്പെട്ട റോവറിൻ്റെ പേരെന്ത്? പ്രജ്ഞാൻ. ത്രിവർണ്ണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം ഏതാണ്? MIP മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി എന്നറിയപ്പെടുന്നു. എന്നാൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൻ്റെ മാപ്പ് തയ്യാറാക്കലും വിശകലനം ചെയ്യുന്ന ശാസ്ത്രശാഖയുടെ പേരെന്ത്? സെലനോഗ്രഫി. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി നീൽ ആംസ്ട്രോങ് ആണെങ്കിൽ രണ്ടാമത്തെ വ്യക്തി ആര്?
എഡ്വിൻ ആൾഡ്രിൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ-1 വിക്ഷേപിച്ചതെന്ന്? 2008 ഒക്ടോബർ 22. എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്? 322 ദിവസം. ഭൂമിക്ക് ചുറ്റും 80 ദിവസങ്ങൾ എന്ന കൃതി രചിച്ചത് ആര്? ജൂൾസ് വേൺ. അമേരിക്കയുടെ ചാന്ദ്ര പര്യവേഷണ പരിപാടിയുടെ പേര്? അപ്പോളോ ദൗത്യങ്ങൾ. ബഹിരാകാശത്ത് വെച്ച് മാരത്തൺ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത വനിത? സുനിത വില്യംസ്. ചൈനീസ് ബഹിരാകാശ സഞ്ചാരികൾ അറിയപ്പെടുന്ന പേര്? തായ്ക്കോനട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 മെയ് 2 തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ച വാർത്ത നിങ്ങൾ വായിച്ചിരുന്നല്ലോ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ശ്രീഹരിക്കോട്ട. ചാന്ദ്രദിനം ജൂലൈ 21 ആചരിക്കുന്നു. ബഹിരാകാശ ദിനം ആചരിക്കുന്നത് ഏതു ദിവസം? ഏപ്രിൽ 12. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഏജൻസിയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അദ്ദേഹത്തിൻ്റെ യാത്രാ ദൗത്യത്തിൻ്റെ പേരെന്ത്? ആക്സിയം മിഷൻ 4. അമേരിക്കൻ ബഹിരാകാശ യാത്രികനെ ആസ്ട്രോനട്ട് എന്നും റഷ്യൻ ബഹിരാകാശ യാത്രികനെ കോസ്മോനട്ട് എന്നും വിളിക്കും. നമ്മൾ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികനെ വിളിക്കുന്ന പേരെന്ത്? ഗഗനയാത്രി. ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യമാണല്ലോ റഷ്യ. എന്നാൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 4. ഇന്ത്യൻ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണല്ലോ. എന്നാൽ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിക്രം സാരാഭായ്. ചാന്ദ്ര പര്യവേഷണ പേടകം റഷ്യ വിക്ഷേപിച്ചത് 1959 ആയിരുന്നല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചന്ദ്രയാൻ വിക്ഷേപിച്ച വർഷം ഏത്? 2008 ഒക്ടോബർ 22. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തിയാണല്ലോ നീൽ ആംസ്ട്രോങ്. എന്നാൽ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത ആര്? കൽപ്പന ചൗള. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ എങ്കിൽ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഭൂമി. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ പേടകമാണ് ലൂണ. ലൂണ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ചന്ദ്രൻ. രോഹിണി എന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണല്ലോ വിക്ഷേപിച്ചത്. എങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ? ഹിജ്റ. 2003 നടന്ന ബഹിരാകാശ ദുരന്തത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. ഇവർ സഞ്ചരിച്ച വാഹനത്തിൻ്റെ പേരെന്ത്? കൊളംബിയ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണല്ലോ ടൈറ്റൻ. ഇത് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ശനി. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം? പ്രശാന്തിയുടെ സമുദ്രം. മംഗൾയാൻ വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ്. എന്നാൽ മംഗൾയാൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഡോക്ടർ M അണ്ണാദുരൈ. ചൈനയുടെ ആദ്യത്തെ ആളില്ലാ ബഹിരാകാശ പേടകമായിരുന്നു ചാങ് 3. ചാങ് 3 ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം ഏതാണ്? മഴവിൽ പ്രദേശം. ഒളിമ്പസ് മോൺസ് എന്നത് ഒരു അഗ്നിപർവ്വതമാണ്. ഇത് എവിടെയാണ് കാണുന്നത്? ചൊവ്വയിൽ. ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ്റെ ബാഹ്യവലയത്തിൻ്റെ പേര്? കൊറോണ. വിവിധ ആവശ്യങ്ങൾക്കായിട്ടാണ് നാം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ ആവശ്യത്തിനായി നാം വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ്. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളുടെ പേരായിരുന്നല്ലോ ചന്ദ്രയാൻ. എന്നാൽ ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? AB വാജ്പേയി. ചന്ദ്രയാൻ-1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ഡോക്ടർ G മാധവൻ നായർ. എന്നാൽ മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആര്? K രാധാകൃഷ്ണൻ. ഗ്രഹങ്ങൾക്കിടയിലെ ഭൂമിയുടെ സ്ഥാനം 5ാമതാണ്. എന്നാൽ ഉപഗ്രഹങ്ങൾക്കിടയിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്ര? 6ാം സ്ഥാനം.